കഴിഞ്ഞ ദിവസം വരെ അക്കാഡമിയുടെ ഭാഗത്ത് നിന്നാണ് എല്ലാവരും സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായി അക്കാഡമിക്ക് അത്തരത്തിൽ പിഴവ് ലഭിച്ചിട്ടില്ല. പലതരം മെയിലുകൾ അയക്കുന്നുണ്ടായിരുന്നു, പല ഘട്ടങ്ങളിലായി അയച്ചു. അവസാന ഘട്ടം വരെ ഇത്തരത്തിൽ 19 സിനിമകൾക്ക് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അനുമതി നൽകിയില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ, സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു, കമൽ പ്രതികരിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇത് വിവരം കെട്ട പരിപാടിയാണ്. കാരണം സിനിമയുടെ പേര് നോക്കി ആ പേര് എങ്ങനെയാണ് വന്നത്, ആ പേരിന് പിന്നിൽ എന്താണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത് റദ്ദാക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ സംവിധായകൻ ഡോക്ടർ ബിജുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഇത് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ എന്ന ചോദ്യമാണ്. അതായത് കൃത്യമായി സിനിമകൾ അയച്ചു കൊടുത്ത് അത് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് ഈ INB മന്ത്രാലയത്തിന് കൃത്യമായി ആ സിനിമകളെ പറ്റി നോക്കാൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് ചലച്ചിത്ര അക്കാദമി കൃത്യമായി കാര്യങ്ങൾ ചെയ്തോ, കൃത്യമായ സമയത്ത് സിനിമകൾ അയച്ചോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് അനൗദ്യോഗികമായി പറയുന്നത് ഒരു പാക്കേജാണ്. അതായത് ഈ സിനിമകളെല്ലാം ഒരുമിച്ചാണ് അയക്കുക. അപ്പോൾ ചില സിനിമകൾക്ക് മാത്രം ആ പാക്കേജിൽ നിന്ന് ആണ് പിന്നീട് ഏതൊക്കെ സിനിമകൾക്ക് അനുമതി കിട്ടിയെന്ന് പറഞ്ഞാൽ, അതായത് ഓരോ സിനിമകളല്ല അയക്കുന്നത് എന്നുള്ളതുണ്ട്. ഒപ്പം ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ ഉൾപ്പെടെ ഈ വേൾഡ് സിനിമ കോമ്പറ്റീഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ആ സിനിമയ്ക്ക് ഉൾപ്പെടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്കേജ് അയക്കുന്നതാണ്, തങ്ങളുടെ ഭാഗത്ത് നിന്ന് പിഴവില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഔദ്യോഗികമായ പ്രതികരണം എന്തായാലും ഇപ്പോൾ ഉണ്ടാകും. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനം, സിനിമകൾ മുൻകൂട്ടി മനസ്സിൽ കണ്ടാണ് ഡിസംബർ മാസത്തേക്ക് ആളുകൾ കാത്തിരിക്കുന്നത്. അങ്ങനെയാണ് അവരോട് എത്തുന്നത്. അങ്ങനെ പല സിനിമകളും കാണാനാകുന്നില്ല എന്ന് പറയുന്നത് ഡെലിഗേറ്റുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാകുന്നുണ്ട്. ഒപ്പം നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം അക്കാദമി ഇതേ നിസ്സഹായ അവസ്ഥയിലാണ്. കാരണം അവർ പറയുന്നത് ഇത് എന്ത് ചെയ്യാനാകും, കാരണം പോലും പറയാതെയാണ് 19 സിനിമകൾക്ക് ഇത്തരത്തിൽ അനുമതിയില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 7 സിനിമകളാണ് ഇത്തരത്തിൽ നഷ്ടമായത്. അതായത് സിനിമ ഇല്ല എന്നവർ അറിയുന്നത് തിയേറ്ററുകൾ എത്തുമ്പോഴാണ്. ഇന്നലെ പക്ഷേ വൈകുന്നേരം മുതൽ ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ഡെലിഗേറ്റുകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ വലിയ ആശങ്കയുണ്ട്. എന്തായാലും പല സിനിമകളും ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. വലിയ സങ്കടമാണത്. ഞങ്ങളിതിനായിട്ട് കാണുന്നത് നമ്മളെ ബഹുസ്വരതയെയും സംസ്കാരത്തെയും നശിപ്പിക്കാനുള്ളൊരു പ്രവർത്തനം, സംഘപരിവാറിൻ്റെ അജണ്ടയായിട്ടാണ് ഞങ്ങളിതിനെ നോക്കി കാണുന്നത്. ഇപ്പം സിനിമകൾ എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. നമ്മളൊരു 100 ബുക്ക് വായിക്കുന്ന എഫക്റ്റാണ് ഒരു സിനിമകൾ കണ്ടാൽ. നമുക്കിപ്പോൾ ഈ ലോകരാജ്യങ്ങളും സന്ദർശിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ മനുഷ്യരുടെയും മാനവികതയും അവിടെ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളും കാണുന്നത് സിനിമയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ എന്ന് പറയുന്നത്. ഏതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സിനിമകളൊക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ബേസിക്കലി ഫലസ്തീൻ റിലേറ്റഡ് സിനിമകൾ, ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. അതിപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമല്ല, നമ്മൾ യുദ്ധവിരുദ്ധതയിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. വിശാലമായ മാനവിക ലോകമാണ് നമ്മുടെ രാഷ്ട്രീയം. അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ആ സിനിമകളാണ് ഏറ്റവും കൂടുതൽ വിലക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ സങ്കടമാണല്ലോ നിങ്ങളെ സംബന്ധിച്ച്. തീർച്ചയായും ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ രാവിലെ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. തീർച്ചയായും. എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളൊക്കെ? കൊച്ചി. കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ സിനിമകളില്ല എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? അതെ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. ഇന്നലെ ബുക്ക് ചെയ്തത് ഇതുപോലെ 2-3 ക്യാൻസലായി. ഇന്നിപ്പം മോർണിംഗ് ഇപ്പം ഈഗിൾസ് ഓഫ് റിപ്പബ്ലിക് അതും ക്യാൻസലായി പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ മറ്റ് സിനിമകൾ കാണാനുള്ള അവസരം കിട്ടത്തില്ല, ആക്കെല്ലാം ബുക്കായി പോവുകയും ചെയ്യും. അതെ, നമുക്കൊന്ന് നേരത്തെ ബുക്ക് വളരെ ഇത് കൂടുതലാണ്, ഡെലിഗേറ്റ്സ് കൂടുതലാണല്ലോ. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ബുക്ക് ചെയ്ത് സിനിമ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ 50 വരുന്നതാണ്. അപ്പം ഇങ്ങനൊരു ദുരനുഭവം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അതിനെതിരെ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നാണ്. അത് തന്നെയാണ്, ആ സങ്കടം തന്നെയാണ്. കാരണം വർഷങ്ങളായി ഉണ്ടാകാത്ത അസാധാരണമായൊരു തീരുമാനം, അവർ കാണാൻ ആഗ്രഹിച്ച സിനിമകൾ അത് ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അത് എത്തരത്തിലാണ് പിന്നീട് ഈ ഫെസ്റ്റിവലിന് പല ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി കാര്യങ്ങൾ പറയാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്.